ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായിട്ടോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് ഇങ്ങനെ ഇടാമെന്നല്ലാതെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. എന്താ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി അപ്ഡേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ വീഡിയോ ഡെയിലി ഉള്ളത് അപ്ഡേഷൻ ഞാൻ അതിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതാണ് ഒന്നാമത് എനിക്ക് ഇതിൽ വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക മടിയാണ് കേട്ടോ. അതിനിതാ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അരിയൊന്ന് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറോളം അരി കുതിർക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഇതാ ഞാൻ വേഗം വന്നിട്ട് ഇതിലേക്കുള്ള ക്യാപ്സിക്കും ഉള്ളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇൻഷാല്ല ഷോർട്ടായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും പോലെ തന്നെ ഇതിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ലോങ് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മടിയായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ. ഡെയിലി നോമ്പിൻ്റെ എല്ലാ ദിവസത്തെ വീഡിയോ ഞാൻ ഇതുവരെയുള്ളതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഞാൻ ലിങ്ക് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾ കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ചിക്കന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ നമ്മൾ വെക്കുന്ന മന്തി ഏതിലാണോ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കും പിന്നെ വെല്ലുള്ളി അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് അത്യാവശ്യം തോനിടുക. അതുപോലെ ക്യാപ്സിക്കും തോനിടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഓയിൽ. പിന്നെ ഇതിലേക്ക് മന്തി മസാലയും കൂടി ആഡാക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. കുറച്ച് ഏലക്കായും അതുപോലെ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അത്, പിന്നെ കുറച്ച് നമ്മുടെ മല്ലി ഉണ്ടല്ലോ സാദാ മല്ലി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ കുരു ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്കുള്ള റൈസ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പിന്നെ അതിലേക്കുള്ള സ്പൈസസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അതും കൂടി ഒന്ന് ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്കായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ വേറെ നമ്മുടെ ഓയിലിലിട്ടിട്ടൊന്ന് ജസ്റ്റ് അതിന് കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇത് ഊറ്റിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് ഒരു 3/4 ഭാഗം വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ചിക്കനിലിട്ടിട്ട് അങ്ങോട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വേവും കാര്യങ്ങളൊക്കെ പാകമായി കിട്ടും. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും മന്തിക്ക്. പിന്നെ എന്താ ഞാൻ ചോറ് നല്ലപോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് ചിക്കൻ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ മസാലയും കാര്യങ്ങളൊക്കെ അതിന് മുകളിലാക്കിയിട്ട് നമ്മൾ ഈ ഊറ്റി വെച്ചിട്ടുള്ള ചോറും കൂടെയും ആക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇതിന് മുകളിലായിട്ട് ഒരു 2-3 പച്ചമുളകൊന്ന് കൊത്തി വെക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ മന്തി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ മന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളറൊക്കെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കളറിന് പകരമായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയിൽ ഇച്ചിരി വെള്ളം കൂട്ടിക്കാണ്ട് അങ്ങനെ കലക്കിങ്ങാണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മഞ്ഞയും അതേപോലെ ഒരു ചുവപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി മിക്സാക്കിയിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് അടുപ്പിൽ നമ്മൾ ചിക്കനൊന്ന് ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ എന്താ ഇടയ്ക്കൊന്ന് ജസ്റ്റ് കുറച്ച് നേരമായിട്ട് ഇപ്പോൾ ഇത് കുക്കാവുന്ന, അപ്പോൾ ഇതൊന്ന് മൊത്തം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിന് മുകളിൽ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. എന്നാൽ തന്നെ പിന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് റൈസും അതുപോലെ ഈ ഒരു ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി റൈസ് കിട്ടും. മന്തി നല്ല അടിപൊളിയായിട്ടും കിട്ടും കേട്ടോ. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്താ ജ്യൂസിനായിട്ട് നമ്മൾ വത്തക്ക ജ്യൂസാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വത്തക്ക കുഞ്ഞി പോലെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ജ്യൂസ് അടിച്ച് കണ്ട് അങ്ങനെ പാരാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റിയാണ്.
ബാക്കി വന്ന കുറച്ച് വത്തക്ക എടുത്തിട്ട് പാലിൽ കൂട്ടി അടിച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ വത്തക്കൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജഗ്ഗിലാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അങ്ങനെ ഇതെല്ലാം അടിച്ചുകൊണ്ട് അതങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ബാക്കിയുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ബ്രെഡ് പൊരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ 2-3 ഏലക്കായ് ചേർക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും. അങ്ങനെ പാനിൽ നല്ലപോലെ ചൂടായപ്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കോഴിമുട്ട മിക്സിയിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ പാനിൽ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്ത് നമ്മൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പൊരിയാണ് കേട്ടോ. അപ്പോൾ എന്നും എന്തെങ്കിലും ഒരു സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെയിലി എന്തെങ്കിലും ഒരു സ്നാക്സ് ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഇല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും അന്നിപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും കേട്ടോ. അങ്ങനെ ബ്രെഡ് പൊരി ഒരു ബാറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രെഡ് പോരും നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നോമ്പ് തുറക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് നമ്മളെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡിയായി മേശപ്പുറത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. 5 മിനിറ്റ് മുന്നേ നമ്മൾ റെഡിയാക്കി വെക്കും കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. ഇത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു സ്റ്റാൻഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ. പക്ഷേ എനിക്ക് പറ്റിയ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു മീഡിയം വലുപ്പമാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നല്ല എന്താ പറയുക കട്ടിങ് കനമൊക്കെ ഉള്ള നല്ല സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. എനിക്കിഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.